എൻഡോസൾഫാൻ ദുരിതബാധിതരെ സർക്കാർ അവഗണിക്കുന്നുവെന്ന് പരാതി. 1031 കുടുംബങ്ങളെ ദുരിതബാധിതരുടെ പട്ടികയിൽപ്പെടുത്തിയെന്ന മുഖ്യമന്ത്രിയുടെ ഉറപ്പ് പാഴ്വാക്കായി എന്നും സമരസമിതി. അവഗണന തുടർന്നാൽ സമരം പുനരാരംഭിക്കുമെന്നും സമരസമിതി വ്യക്തമാക്കി. കാസർഗോഡ് നിന്ന് സമീർ സി മുഹമ്മദ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. എൻഡോസൾഫാൻ ദുരന്തബാധിതരുടെ പട്ടികയുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നതാണ്. ആ പട്ടിക വീണ്ടും പുനഃക്രമീകരിച്ചു. പക്ഷേ അതിലും അപാകതയാണ്. ഇപ്പോൾ 1031 കുടുംബങ്ങൾ പുറത്താണ്. ആ കുടുംബങ്ങൾ വലിയ പ്രതിസന്ധിയിലുമാണ്. അവരാണ് ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നത്. നിയമസഭയിൽ നിങ്ങളൊക്കെ ഉൾപ്പെടുത്താം എന്ന് മുഖ്യമന്ത്രി പറയുകയും ഉൾപ്പെടുത്തി എന്ന് തന്നെ പറഞ്ഞതുമാണ്. പക്ഷേ ഇപ്പോഴും പുറത്താണ്, ആനുകൂല്യം ലഭിക്കുന്നില്ല എന്നാണോ പറയുന്നത്? അതെ, 2024 ജൂലൈ 10 നിയമസഭയിൽ മുഖ്യമന്ത്രി 1031 എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് കാസർഗോഡ് പാക്കേജിൽ ഉൾപ്പെടുത്തി സഹായിക്കുമെന്ന് പറഞ്ഞത്. നിയമസഭാ രേഖകളിൽ അത് വന്നു. അപ്പോൾ നമുക്ക് സ്വാഭാവികമായും നീതി ലഭിച്ചിരിക്കുന്നു എന്നുള്ള രീതി എല്ലാവരും സന്തോഷിക്കുകയും ചെയ്തു. പക്ഷേ അതിൻ്റെ ഇടയിൽ 1.5 വർഷമാകുമ്പോഴും ഇത് ഇവിടെ നടപ്പാക്കുന്നില്ല. നടപ്പാക്കാതെ വന്നപ്പോഴാണ് അമ്മമാരും മക്കളും പോയി ജില്ലാ കളക്ടർ അടുത്ത് ഇരുന്നത്. അപ്പം മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു 1031 എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് സഹായം കൊടുക്കും. പക്ഷെ അതിനകത്തൊരു വരി കൂട്ടി ചേർത്തു, അർഹതയുള്ളവർക്ക്. കാരണം അത് ശരിക്കും തെറ്റാണ്. കാരണം 1031 നേരത്തെ എടുത്ത 2017 പ്രത്യേക മെഡിക്കൽ ക്യാമ്പിലൂടെ കണ്ടെത്തിയവരാണ് ഈ 1031. അതിനു മുമ്പ് 257 എടുത്തു. അതേ പട്ടികയിൽ നിന്ന് 76 പേരെ എടുത്തു, 511 പേരെ എടുത്തു. ബാക്കി വന്നതാണ് ഈ 1031 പേര്. അപ്പോൾ അവർ അർഹതയുള്ളവരാണ്. അപ്പം നമുക്കിപ്പോൾ പ്രതീക്ഷ മുഖ്യമന്ത്രി ഇടപെട്ട് അത് കാരണം, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി തന്നൊരു വാക്കാണത്. നിയമസഭയിൽ പറഞ്ഞതാണ്, നിയമസഭാ രേഖകളിലുണ്ട്. ചികിത്സ ഒന്നും കിട്ടുന്നില്ല, ലഭിക്കുന്നില്ല. മുഖ്യമന്ത്രി പറഞ്ഞു, മുഖ്യമന്ത്രി നമ്മൾ അവരെ മേലെ ഒരാളില്ലല്ലോ. അപ്പോൾ കലക്ടറാണ് നമുക്ക് ചെയ്തു തരേണ്ടത്. പലതവണ നമ്മൾ അവിടെ പോയപ്പോഴും അവർക്കൊരു വ്യക്തമായ മറുപടി നമുക്ക് തരാനില്ല. അപ്പോൾ അർഹതയുള്ളവർ നമ്മളെല്ലാവരും അർഹതയുള്ളവരാണ്. അവർ വിദഗ്ധ ഡോക്ടർമാർ പരിശോധിച്ചിട്ടാണ് നമ്മളെടുത്തത്. അല്ലാതെ നമ്മളല്ല ഞങ്ങൾ കുട്ടിപ്പെട്ടിട്ടുണ്ടെന്ന് പറയുന്നത്. ബന്ധപ്പെട്ട ഹെൽത്തിൽ നിന്നും ഞങ്ങൾ അറിയിച്ചതാണ്. അപ്പോൾ ഞങ്ങൾക്ക് ചികിത്സ പോലും തന്നില്ല, ഒന്നും ഉണ്ടില്ല. ഇപ്പോൾ മന്ത്രിസഭാ യോഗം ചേർന്നിട്ട് പറഞ്ഞത് ഇതാണ്. അത് എത്ര ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന ഞങ്ങളെ 1031 പേരും മുഖ്യമന്ത്രി പറഞ്ഞ വാക്ക് മുഖ്യമന്ത്രിനെ പാലിക്കുന്നുള്ളതാണ്. സർക്കാരിൻ്റെ ഉറപ്പ് വളരെ വേഗത്തിൽ പാലിക്കപ്പെടണം, അല്ലായെങ്കിൽ ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് നീങ്ങേണ്ടി വരും. അത്തരമൊരു സാഹചര്യം ഉണ്ടാക്കരുത് എന്നാണ് കുടുംബങ്ങൾ ആവശ്യപ്പെടുന്നത്. കാസർഗോഡ് നിന്ന് രജീഷ് കരുവള്ളൂരിനൊപ്പം സമീർ സി മുഹമ്മദ്, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.